നമസ്കാരം. ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് അറേബ്യയിൽ അവിടുത്തെ ജനങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്? ഇസ്ലാം മതം ലോകത്തിലെ ഏറ്റവും അവസാനം ഉണ്ടായ മതമാണ്. അറേബ്യയിലെ ജനങ്ങൾ ഏത് മതത്തെയാണ് ആരാധിച്ചിരുന്നത്? ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിച്ചിരുന്നത്? 7-ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം മതം ഉടലെടുക്കുന്നത്. ഇസ്ലാം മതത്തിന് മുമ്പുള്ള അറേബ്യയെ ഫ്രീ ഇസ്ലാം അറേബ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അറേബ്യയിൽ ബഹു ദൈവ വിശ്വാസികളായിരുന്നു അവിടുത്തെ അറബികൾ. ഏതാണ്ട് 300ഓളം ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു. പാഗൻസ്, ജൂതമതം, ക്രിസ്ത്യൻ മതം, ഇറാനിയൻ മതങ്ങൾ ഇവയെല്ലാം കൂടിയ ഒരു സംസ്കാരത്തിലായിരുന്നു അറേബ്യയിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. 2 സാമ്രാജ്യങ്ങളുടെ കീഴിലായിരുന്നു അറേബ്യ. ബിസന്റൈൻ എന്ന ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവുമായിരുന്നു ആ 2 സാമ്രാജ്യങ്ങൾ. ഈ 2 സാമ്രാജ്യങ്ങൾക്ക് കീഴിലായിരുന്നു അവിടുത്തെ ഗോത്രവർഗങ്ങൾ, ട്രൈബ്സ് താമസിച്ചിരുന്നത്. പ്രകൃതിയിൽ നിന്ന് പോലുള്ള വസ്തുക്കളെ ആരാധിക്കുകയും ജിന്ന് പോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെട്ടുമായിരുന്നു അന്നത്തെ അവരുടെ ജീവിതം. വിഗ്രഹ ആരാധനയും മരണപ്പെട്ട പൂർവികരെ പോലും ദൈവമായി കണ്ടിരുന്ന ഒരു ജനതയായിരുന്നു അറേബ്യയിലെ ട്രൈബ്സ്. ജിന്ന് പോലെയുള്ള അന്ധവിശ്വാസങ്ങളും കൂടോത്രങ്ങളും അവരുടെ കൂടപ്പിറപ്പായിരുന്നു. ഇസ്ലാമിന് മുമ്പ് അറേബ്യയിലുണ്ടായിരുന്ന നാടോടികളായിരുന്നു ഗദോയിൻ ജനങ്ങൾ. ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു ഇവരുടെ. ഓരോ കുടുംബത്തിനും സ്വന്തമായി ദൈവങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഒരു ഗോത്രവർഗത്തിലെ കുടുംബം മറ്റു ഗോത്രവർഗങ്ങളുമായിട്ട് അത്ര നല്ല രസങ്ങളിലായിരുന്നില്ല. അവർ പരസ്പരം വൈര്യവും യുദ്ധങ്ങളും നിരന്തരം നടത്തിക്കൊണ്ടേയിരുന്നു. യഹൂദന്മാരുടെ അറേബ്യയിലേക്കുള്ള കുടിയേറ്റം 2-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ചിരുന്നു. അതേതാണ്ട് 7-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ മക്കയിലും മദീനയിലും യഹൂദന്മാരുടെ വലിയൊരു ജനസംഖ്യ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നു. ട്രൈബ്സിലെ പലരും ജൂതമതം സ്വീകരിച്ചു. 3 ജൂത ട്രൈബ്സ് അറേബ്യയിൽ ഉണ്ടായിരുന്നു. പലതരം വിശ്വാസങ്ങളും മതങ്ങളും വിഗ്രഹാരാധനയും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ജീവിതവും ഒക്കെയായിരുന്നു ഇസ്ലാമിന് മുമ്പുള്ള പ്രീ ഇസ്ലാം അറേബ്യയിൽ. അന്നത്തെ അറബികൾ നാടോടികളായിരുന്നു. എങ്കിൽ തന്നെയും ആരാധനയ്ക്ക് വേണ്ടിയിട്ടും വ്യാപാരത്തിന് വേണ്ടിയിട്ടും അവർ അറേബ്യയിൽ പല പട്ടണങ്ങളും ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കയും മദീനയും. കബ എന്ന് വിളിക്കുന്ന സ്ഥലമായിരുന്നു ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രം. ഇസ്ലാം മതം വന്നതോടെ കബ അവരുടെ ഏറ്റവും പുണ്യസ്ഥലമായി മാറി. അക്കാലത്ത് കബയിൽ എല്ലാ മതങ്ങളുടെയും വിഗ്രഹങ്ങളും ആരാധനാ സാമഗ്രികളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 300ഓളം വിഗ്രഹങ്ങളാണ് പിന്നീട് അവിടെ നിന്നും കണ്ടെത്തിയത്. 5-ാം നൂറ്റാണ്ടോടെ ഖുറൈശി എന്ന ട്രൈബ് മക്കയുടെ ചുമതല ഏറ്റെടുക്കുകയും മക്ക വലിയ വ്യാപാര കേന്ദ്രമായി മാറുകയും ചെയ്തു. ഒരുപാട് ദൈവങ്ങൾ, ദേവതമാർ അറേബ്യയിലെ അറബികൾക്കുണ്ടായിരുന്നു. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹാരമായാണ് ദൈവങ്ങളെ അവർ കണ്ടിരുന്നത്. നേർച്ചയായി ദൈവങ്ങൾക്ക് പലതരം വസ്തുക്കളും മൃഗബലി ഉൾപ്പെടെയുള്ള ആരാധനയും അവർ നടത്തിയിരുന്നു. ഹജ്ജ് എന്ന തീർത്ഥാടനം ഇസ്ലാമിന് മുമ്പും അറേബ്യയിൽ ഉണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ദേവാലയം സന്ദർശിക്കുന്നത് അന്നത്തെ അറബികളുടെ പതിവായിരുന്നു. ഇത്തരം ദേവാലയങ്ങൾ ഹറാം എന്നാണ് വിളിച്ചിരുന്നത്. മക്കയിലെ കബയായിരുന്നു ഇതിൽ പ്രധാനം. ഇവിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരം ശുദ്ധീകരിക്കുന്നതും ഒരു ആചാരമായിരുന്നു അന്ന്. കവികൾക്കും കവിതകൾക്കും അന്നത്തെ ട്രൈബ്സ് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. കവികളെ ദൈവദൂതന്മാരായിട്ടാണ് അന്നത്തെ അറബികൾ കണ്ടിരുന്നത്. കവിതകൾ ക്ലാസിക്കൽ അറബിയിലാണ് രചിച്ചിരുന്നത്. ഇസ്ലാമിന് മുമ്പ് തന്നെ അറബിയിൽ ഏകദൈവ വിശ്വാസവും ഉണ്ടായിരുന്നു. യത്രീബ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മദീന ഏകദൈവ വിശ്വാസികളായിരുന്ന ജ്യൂസ് കൂടുതലുള്ള പ്രദേശമായിരുന്നു. എന്നാൽ മക്കയിൽ കൂടുതലും ബഹുദൈവ വിശ്വാസികളായിരുന്നു. മക്കയിലായിരുന്നു മുഹമ്മദ് നബിയുടെ ജനനവും. ചില മതപണ്ഡിതന്മാരുടെ വാദം അള്ളാഹു ഇസ്ലാമിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. നിരവധി ദൈവങ്ങളിൽ ഒന്നായിരുന്നു
അള്ളാഹു എന്നാണ് അവർ പറയുന്നത്. മറ്റു ദൈവങ്ങൾക്കൊപ്പം അള്ളാഹുവിനെയും ട്രൈബ്സ് ആരാധിച്ചിരുന്നുവെന്ന് ഇവർ പറയുന്നു. ചില ആർക്കിയോളജിക്കൽ സർവേകളിൽ പോലും ഇസ്ലാമിന് മുമ്പ് തന്നെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നുവെന്നും അന്നത്തെ ട്രൈബ്സ് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരുപാട് ദൈവങ്ങളും ബഹുദൈവ ആരാധനകളും വിഗ്രഹ ആരാധനകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതായിരുന്നു ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിലെ അറബികളുടെ ജീവിതം. അന്ധവിശ്വാസങ്ങൾക്കും ബഹുദൈവ വിശ്വാസങ്ങൾക്കും വിഗ്രഹ ആരാധനകൾക്കും ഇടയിലാണ് മക്കയിൽ ഇസ്ലാം മതം രൂപീകൃതമാകുന്നത്. ഇസ്ലാം മതം രൂപീകൃതമായത് എങ്ങനെയെന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അത് കാണാം.